ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിലെ 4ാമത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ഒരു പരിധിവരെ പലർക്കും അറിയാവുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ 3 പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന് ഗ്രാൻഡിയോസിറ്റി എന്ന് പറയും. ഉള്ള കാര്യങ്ങളെ വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു. ഇപ്പം ഞാനൊരു കാര്യം നേടി എന്നുള്ളത് വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടാവും. രണ്ടാമത് നീഡ് ഫോർ അഡ്മിറേഷൻ, പ്രശംസിക്കപ്പെടേണ്ട ആവശ്യകത അവർക്ക് വളരെ കൂടുതലാണ്. അവർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസ വളരെ അധികം ആവശ്യമുള്ള ആൾക്കാരാണ്. മൂന്നാമത് ലാക്ക് ഓഫ് എമ്പതി, അവർക്ക് എമ്പതി കുറവായിരിക്കും. മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും. എപ്പോഴും മറ്റുള്ളവരെ കാട്ടി സുപ്പീരിയർ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ക്വാളിഫിക്കേഷനോ യോഗ്യതകളോ ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ കാട്ടി എന്തുകൊണ്ടും മെച്ചം തങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവരും അവരങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കപ്പെടുകയും വേണം എന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. ഇവർ ഭയങ്കര അസൂയുള്ള ആൾക്കാരാണ്. മറ്റുള്ളവർ വലിയ വലിയ കാര്യങ്ങൾ നേടുന്ന സമയത്ത് ഇവർക്ക് അവരോട് അസൂയ തോന്നും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തങ്ങളോടും ഭയങ്കര അസൂയാണെന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ. ഭയങ്കര അരോഗൻ്റ് ആയിട്ടാണ് അവരുടെ ബിഹേവിയർ വരുന്നത്. ഇവർക്ക് സുപ്പീരിയോറിറ്റി അത് കിട്ടിയില്ലെങ്കിൽ അവർ ഭയങ്കര അരോഗൻ്റായിട്ട് പെരുമാറാനും ഇടപെടാനും ഒക്കെ സാധ്യത ഉണ്ട്. സുപ്പീരിയറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വളരെ അരോഗൻ്റായിട്ട് പെരുമാറാനും സാധ്യതയുള്ള ഫീച്ചേഴ്സാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുപോലെ തന്നെ ഇവർ തങ്ങളെ വളരെ സ്പെഷ്യലായിട്ടാണ് ഇവർ കാണുന്നത്. തങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് സ്പെഷ്യലായിട്ടുള്ള കഴിവുകൾ വേണം, സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ തങ്ങളെ മനസ്സിലാക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ.